ഹായ് സുഹൃത്തുക്കളെ, ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് വയനാട്ടിലാണ്. എന്താണ് ഈ ചങ്ങായിക്ക് എപ്പോഴും ഇങ്ങനെ വയനാട്ടിൽ എന്നുള്ള ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഏതായാലും നമ്മൾ ചെറുതെന്ന് തുടങ്ങുന്നതല്ല എപ്പോഴും നല്ലത് വയനാട്ടിൽ. അപ്പോൾ ഇന്ന് വയനാട്ടിൽ നിങ്ങളെ ഒരു ബഡ്ജറ്റ് റൂം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതാ കണ്ടോളൂ, 17 നില കെട്ടിയതാണ്ടത്. ഫാമിലിക്കൊക്കെ വൈത്തിരിയിൽ, വയനാട്ട് വൈത്തിരിയിൽ ഒരു ബഡ്ജറ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന, ബഡ്ജറ്റ് റേറ്റിൽ താമസിക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് രീതിയിലുള്ള റിസോർട്ടാണ് ഈ മിറാജ് ഇൻ എന്ന് പറയുന്ന ഈ വലിയ റിസോർട്ട്. ഇതിൻ്റെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു സെറ്റിങ്സാണ് ഇതിൻ്റെ മുറ്റമൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതായിരുന്നാലും ഇതിൻ്റെ റൂം ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഗീവ് അവേ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഗീവ് അവേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഗീവ് അവേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം, നിങ്ങളുടെ എന്ത് അഭിപ്രായം, നിങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്ത് അഭിപ്രായമായാലും നിങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ഇടുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുന്ന രണ്ട് കപ്പിൾസിനാണ് നമ്മൾ ഇവിടെ ഒരു ദിവസം താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഗീവ് അവേ. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അവസാനത്തിൽ കാണുന്ന ആടി കളിക്കുന്ന ബെല്ലൈക്കണം കൂടി അമർത്തി വെക്കുക. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ നമ്മളെ മിറാജ് ഇന്നിലെ വിശേഷങ്ങൾ പറയാം. റൂമിൻ്റെ ഫെസിലിറ്റീസ്, ഇവിടെ ഒരു സർപ്രൈസ് സാധനം കേട്ടോ. വയനാട്ടിൽ ആദ്യമായിട്ടാണ് ആ സാധനം ഉള്ളത്. അതുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. വയനാട്ടിൽ ഇത്രയും ഉയരത്തിലുള്ള ഒരു ബിൽഡിങ് ആദ്യമായിട്ടാണ്. അതിൻ്റെ മേലെ സർപ്രൈസ് സാധനം ഒന്നുണ്ട്, അതും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇവിടെ ഇതിൻ്റെ പുറമെ കുറച്ച് കാര്യങ്ങളുണ്ട്. കിഡ്സ് പാർക്ക്, ഒരു പൂള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഈ റിസോർട്ടിൻ്റെ ബാക്കിലേക്ക് ഈ മിറാജ് ഇന്നിൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സെറ്റപ്പിൽ, ഈ കാണുന്ന ഗ്രൗണ്ടിൽ ചെറിയ സെറ്റപ്പിൽ പാർട്ടി, മീറ്റിങ്ങുകൾ, ഇവൻ്റൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അങ്ങോട്ട് നോക്കൂ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ? കംപ്ലീറ്റ് ചെമ്പ്ര പീക്ക്, ആ വൈത്തിരിയിലുള്ള മലനിരകൾ ഇങ്ങനെ കാണാം നമുക്ക്. ഇനി ഇവിടെ അങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കുട്ടികളുടെ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് കുട്ടികളുടെ പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇനി ഒന്നും കൂടി ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഇവിടെ കൂട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തൽക്കാലം കുറച്ച് സംഗതികൾ മാത്രമേ ഉള്ളൂ. ഇതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സൗകര്യപൂർവ്വം കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്ക്. ഈ സ്ഥലത്തൊക്കെ ഓരോ ഇരിപ്പിടങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളുടെ പാർക്കിൻ്റെ വ്യത്യസ്ത സ്ലൈഡുകളും മറ്റുമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. ഇനി ഇതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് ഇവിടെയാണ് ക്യാമ്പ് ഫയർ, അതുപോലെ തന്നെ ഇനി ഗ്രില്ലിങ് പിന്നെ ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പൂളും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പൂളുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഈ ക്യാമ്പ് ഫയർ ഇതിനൊക്കെയുള്ള സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം. പിന്നെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു പൂള്, നല്ല വിശാലമായിട്ടുള്ള വലിയ പൂൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നിറയെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ, അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അവർ. അതിന് ഓഫർ നമ്മൾ ട്രാവൽ ഡോട്ട്സ് നിങ്ങൾക്ക് തരികയാണ്. എന്താണ്? 2 കപ്പിൾസിന് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമാണ്. അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഡിസംബർ 31 വരെയാണ്. അതുവരെ വരുന്ന കമൻറ്റുകൾ, ഡിസംബർ 31 വരെ വരുന്ന കമൻറ്റുകളാണ് നമ്മൾ അതിനു വേണ്ടി പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾ വേഗം കമൻ്റ് ഇട്ടോളൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ കമൻ്റ് അടിച്ചോളൂ. 2 കപ്പിൾസിന് ഈ 17 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു റൂമിൽ നല്ല ഡീലക്സ് റൂം, AC റൂമാണ്. അവിടെ താമസിക്കാനുള്ള സൗകര്യമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. അപ്പോൾ ഇവിടെ പുറത്തുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി റൂം, പിന്നെ ഇതിൻ്റെ 17ാമത്തെ നിലയുടെ മുകളിലൊരു സർപ്രൈസ്.
സർപ്രൈസാണ്. കണ്ടോളൂ. നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുളിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഒരു സൂപ്പർ വ്യൂ ഉള്ള പൂളാണ് 17ാമത്തെ നിലയുടെ മുകളിലുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ കണ്ടോളൂ നിങ്ങൾ. വൈത്തിരിയുടെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. വൈത്തിരിയുടെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ കിട്ടുന്നൊരു സ്ഥലമാണ്. സൂപ്പർ പൂളാണ്, നല്ല വ്യൂ ഉള്ള പൂളാണ്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ സൈഡിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് സെക്യൂറാണ്, യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട. 17ാമത്തെ നിലയുടെ മുകളിലാണെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട. കംപ്ലീറ്റ് ചുറ്റുഭാഗം നല്ല ഗ്ലാസ് ഇട്ടൊക്കെ അവർ സെക്യൂറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ വലിയൊരു പൂളാണ്, നല്ല സൗകര്യമുള്ള വലിയൊരു പൂള്. ഇവിടെ നിന്ന് അങ്ങോട്ട് പൂളിൻ്റെ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ നോക്കൂ. ഇതാ കണ്ടോളൂ, സൂപ്പർ വ്യൂ അല്ലേ. അപ്പോൾ 17ാമത്തെ നിലയുടെ മുകളിൽ ഇവിടെ വരെ വന്നിട്ട് നമ്മൾ പൂളിൽ ഇറങ്ങിയില്ലെങ്കിൽ മോശമല്ലേ അല്ലേ? സൂപ്പറാണ് മോനെ, സൂപ്പറാട്ടോ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ വന്നിട്ട് പൂളിൽ ഇറങ്ങി കുളിക്കാന്ന് പറയുമ്പോൾ സൂപ്പർ വ്യൂ. ഇവിടെ ഇങ്ങനെ കുറേ നേരം ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി കുളിക്കുക, സംഭവം കിട്ടുമായിരിക്കും. നല്ല ചില്ല്. അയ്യോ, ഇവിടെ ഗ്ലാസ് ഇട്ടതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാലും അങ്ങോട്ട് ചാടിപ്പോകുന്നുള്ള യാതൊരു പേടിയില്ല. നല്ല സെക്യൂറാണ് സംഭവം. പിന്നെ എല്ലാ ദിവസവും ഫിൽറ്റർ ചെയ്യുന്ന പൂളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗീവവേ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഇടുക. ഈ ഒരു ഏരിയയിൽ ഇനി റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ നല്ല രസമായിരിക്കും. ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്ത് ഈ ഒരു വ്യൂയോട് കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വൈബായിരിക്കും അല്ലേ? അപ്പോൾ ഇതെന്നാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഗിയോ മറക്കണ്ട, നിങ്ങൾ കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കപ്പിൾസിനൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.